الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീരുവാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരലോക മോക്ഷത്തിനെന്ന പോലെ ഐഹിക ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന വിജയത്തിനും സ്വാധീനത്തിനും നിർഭയത്വത്തിനും ഉപാധിയായി അള്ളാഹു നിശ്ചയിച്ചത് ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തമായ കറകളഞ്ഞ മുവഹിദുകൾ, തൗഹീദിന്റെ ആളുകളാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു അനുശാസിക്കുന്ന സൽക്കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കലും അള്ളാഹുവിന്റെ പ്രവാചകനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അനുധാവനം ചെയ്യലുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സൂറത്തുൻ നൂറിലെ 2 വചനങ്ങളാണ്, വളരെ പ്രശസ്തമായ 2 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. അതിൽ അള്ളാഹുവിന്റെ ഒരു ഓഫറും ആ ഓഫർ ലഭ്യമാകാനുള്ള നിബന്ധനയുമാണ് ആ വചനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഓഫർ എന്തെന്ന് വെച്ചാൽ, കൃത്യമായി അള്ളാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും. മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ അള്ളാഹു അവർക്ക് വേണ്ടി തൃപ്തിപ്പെട്ട അവരുടെ മതത്തെ അള്ളാഹു അവിടെ എല്ലാ ദിനത്തിലുള്ള ആ മതത്തിന് എല്ലാവിധത്തിലുള്ള സ്വാധീനം അള്ളാഹു നൽകുകയും ചെയ്യും. ഭയവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായതിനു ശേഷം പൂർണ്ണമായ നിർഭയത്വം അള്ളാഹു പകരമായി നൽകുകയും ചെയ്യും. ഇതാണ് അള്ളാഹു നൽകുന്ന വാഗ്ദാനം, കരാർ. ആ കരാറ് ലഭ്യമാകാൻ, പാലിക്കപ്പെടാൻ
അള്ളാഹുവിൽ അത് പാലിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിബന്ധനയാണ് തുടർന്ന് പറയുന്ന കാര്യങ്ങൾ. ഒന്ന്, യഅ്ബുദൂനനി, എന്നെ മാത്രം അവർ ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈഅ, ഒന്നിനെയും എന്നോട് പങ്കു ചേർക്കാൻ പാടില്ല. അതാണ് ഞാൻ ആമുഖത്തിലെ വാചകത്തിൽ സൂചിപ്പിച്ചത്, കറകളഞ്ഞ തൗഹീദ് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. എന്നിട്ട് ഇതൊക്കെ ലഭ്യമായിട്ടും ഇതൊക്കെ അറിയിച്ചിട്ടും എന്നിട്ടും ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് നന്ദികേട് കാണിക്കാനാണ് ഭാവമെങ്കിൽ അവർ തന്നെയാണ് ധിക്കാരികളും ദുർമാർഗികളും എന്ന് പറഞ്ഞതിന് ശേഷം ഈ ആരാധനയിൽ അള്ളാഹുവിനും യാതൊരു പങ്കുകാരെയും ഉണ്ടായിക്കൂടാ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു വിശ്വാസി അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവനിൽ നിന്നുണ്ടാകേണ്ട അതിപ്രധാനമായ ഒന്നാണ് നമസ്കാരം എന്നുള്ളത്. അതുപോലെ അവന് ധനമുണ്ടെങ്കിൽ അതിൽ നിന്ന് സക്കാത്ത് നൽകുക എന്നുള്ളത്. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം പൊതുവെ അള്ളാഹു പറയുന്നു, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം, പൂർണ്ണമായും അനുസരിക്കണം, യാതൊരു വിധത്തിലുള്ള ഉപാധിയും വെക്കാതെ റസൂലിനെ അനുസരിക്കണം, എന്നാൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ കരാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പുലർന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ ആദ്യ സന്ദർഭം മക്കയിൽ സഹായിക്കാൻ ആരുമില്ലാത്ത, എങ്ങനെയെല്ലാം എതിർക്കാമോ അങ്ങനെയെല്ലാം എതിർത്ത് പ്രവാചകനെയും പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന സന്ദേശത്തെയും ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് മുഴുവനും. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരുപാട് പ്രയാസങ്ങളുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അതിലെപ്പോഴും ഓർക്കേണ്ട ഒന്നാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് സുജൂദിൽ കിടന്നപ്പോൾ പ്രവാചകന്റെ കഴുത്തിലേക്ക് ചീഞ്ഞു നാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടത്. എന്നിട്ട് അതിട്ടവരും അത് നോക്കി നിൽക്കുന്നവരും എല്ലാം പ്രവാചകൻ അനുഭവിക്കുന്ന വ്യഥ, ആ പ്രയാസം, ആ വിഷമം കണ്ടിട്ട് ചിരിക്കുകയായിരുന്നു അവരെല്ലാവരും, പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പലരും. പക്ഷേ പ്രവാചകൻ അനുഭവിക്കുന്ന പ്രയാസം തിരിച്ചറിഞ്ഞ് പ്രവാചകൻ ജന്മം നൽകിയ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന വലിയ പ്രായമൊന്നും ആകാത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ആ കൊടൽമാല എടുത്തു മാറ്റി പ്രവാചകനെ എഴുന്നേൽക്കാൻ അവസരം നൽകിയത്. ഇത് നാം കാണുന്നുവെങ്കിൽ ഇതേ പ്രവാചകൻ തന്നെ വർഷങ്ങൾ പിന്നിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയി. അതിന്റെ ഇടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു, അതിലേക്കൊന്നും പോകുന്നില്ല. ആ മദീനയിൽ നിന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് തിരിച്ചൊരു ജൈത്രയാത്ര നടത്തിയുണ്ടായി. അതിനാണ് മക്ക വിജയം, ഫത്ഹു മക്ക, മക്ക വിജയം എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ മക്ക വിജയ ദിവസം നബിയും അനുചരന്മാരും മക്കയിലേക്ക് കടക്കുന്നതിനെ എതിർക്കാൻ, തടയാൻ ഒരാൾ പോലും ഉണ്ടായില്ല എന്നുള്ള അവസ്ഥ നാം തിരിച്ചറിയണം. ഇതായിരുന്നു അള്ളാഹു നൽകിയ കരാറിന്റെ, പ്രവാചകന്റെ ജീവിതത്തിലെ ആ പാലനം എന്ന് നാം തിരിച്ചറിയുക, ഓർക്കുക. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വാഗ്ദാനം ശരിക്കും പുലർന്നതാണതവിടെ. അതുപോലെ ഈ ഉമ്മത്തിന്റെ നിത്യസമാധാനത്തിനും ശാശ്വത ശാന്തിക്കും ഇന്നും കരണീയവും ഏറ്റവും കരണീയമായിട്ടുള്ളത് ഇത് തന്നെയാണ്, അല്ലാതെ വേറൊരു മാർഗമില്ല. അത് നിർവഹിക്കുന്നതിലൂടെ വിജയമാർഗം അള്ളാഹു തുറന്നു തരും എന്ന് അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം നൽകിയ ഒരു വാഗ്ദാനമല്ല, അല്ലെങ്കിൽ പ്രവാചകന്റെ കാലശേഷം ജീവിച്ചിരുന്ന ഖുലഫാഉർ റാഷിദുകൾക്കോ സഹാബത്തിനോ മാത്രം നൽകിയിരുന്ന ഒരു വാഗ്ദാനം അല്ല അത്. ഇന്നും ആ വാഗ്ദാനം പുലർത്താൻ അള്ളാഹു തയ്യാറാണ്. പക്ഷേ ആ നിബന്ധന പാലിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയാണ് നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അതിതീക്ഷ്ണമായ തിക്താനുഭവങ്ങൾ എത്രമാത്രം നേരിടേണ്ടി വന്നാലും നാടിന്റെ നന്മയ്ക്കായി തന്റെ അറിവും കഴിവും പ്രയോജനപ്പെടുത്തുന്നവനാകണം മുസ്ലിം എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടാകാം, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം. അത് നേരിടേണ്ടി വന്നാലും ശരി, നാടിന്റെ നന്മയ്ക്കായി തന്റെ അറിവ്, തന്റെ കഴിവ് ഇത് പ്രയോജനപ്പെടുത്തുന്നവനായിരിക്കണം മുസ്ലിം. നിരപരാധിയായിരുന്നിട്ട് പോലും അന്യായമായി ഈജിപ്തിലെ തടവറകൾക്കുള്ളിൽ യുവത്വം
ഹോമിക്കപ്പെട്ട മഹാനായ പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ചരിത്രം അറിയാം, അതിലേക്ക് ഞാൻ കടക്കുകയല്ല. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഏതൊരു രാജ്യത്താണോ ജയിലിൽ കിടക്കുന്നത്, ആ രാജ്യം വലിയൊരു പ്രതിസന്ധി ഘട്ടം നേരിടേണ്ടി വന്നു. ആ ഭരണാധികാരി ആ സന്ദർഭത്തിൽ പക കൊണ്ട് പകരം ചോദിക്കാൻ തയ്യാറാകാതെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് നിൽക്കാതെ, അറപ്പും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കാൻ മുതിരാതെ പ്രശ്നത്തിനുള്ള പരിഹാര മാർഗം നിർദ്ദേശിച്ചു കൊടുക്കുന്ന എത്രയോ സുന്ദരമായ ചരിത്രമാണ് സൂറത്ത് യൂസുഫ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന മഹനീയമായ ഏറ്റവും ആനന്ദകരമായ ആ സംഭവം നമ്മളൊന്ന് ഓർത്തു നോക്കുക. കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ആ രംഗം മാത്രം ഒന്ന് പറയുക മാത്രം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ അടക്കപ്പെട്ടു. കാരണമൊക്കെ നമുക്കറിയാം. ഒപ്പം 2 കൂട്ടുകാരുണ്ടായി. ആ 2 കൂട്ടുകാരുമായി ഉണ്ടായിരുന്ന ചങ്ങാത്തം യൂസുഫ് നബിയിൽ വലിയ എന്തോക്കെ ഉണ്ട് എന്നുള്ളവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഒരു സ്വപ്നം കാണുകയാണ് ഓരോരുത്തരും. ആ സ്വപ്നം കാണുന്ന സന്ദർഭത്തിൽ ഒരാൾ കണ്ട സ്വപ്നം വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതായിട്ടാണ്, കള്ള് പിഴിഞ്ഞെടുക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അടുത്തയാൾ കണ്ട സ്വപ്നം അയാളുടെ തലയിൽ റൊട്ടി ചുവന്നുകൊണ്ടിങ്ങനെ പോകുന്നു, അത് പക്ഷികൾ വന്ന് കൊത്തിപ്പെറുക്കി കൊണ്ടുപോകുന്നു. ഇതാണ് കണ്ട സ്വപ്നം. യൂസുഫ് നബിയോടുള്ള ഇഷ്ടവും സ്നേഹവും യൂസുഫ് നബിയിൽ എന്തോ കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അവർ, എന്താണാവോ ഇതിന്റെ വ്യാഖ്യാനം എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം തന്നെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തില്ല, പകരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. ആരാണ് ഞാൻ, എന്താണ് എന്റെ മതം, ആരാണ് എന്റെ മുൻഗാമികൾ, പ്രവാചകന്മാരുടെ പേരും ആ മില്ലത്തും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു. ഒരാൾ ജയിലിൽ നിന്ന് മുക്തനായി തിരിച്ചുപോയി രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ ഭരണാധികാരിക്ക് വീണ്ടും പഴയ ജോലി ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന് കുടിക്കാനുള്ള വീഞ്ഞ് സജ്ജമാക്കി കൊടുക്കുന്ന ജോലിയിലേക്ക് ആ ആള് പ്രവേശിക്കുന്നു. മറ്റേ ആളിനോട് പറഞ്ഞു, നിന്നെ ഇവിടെ വെച്ച് തന്നെ ക്രൂശിച്ചു കൊല്ലും, കൊന്നു കഴിഞ്ഞാൽ നിന്റെ തല പക്ഷികൾ വന്ന് കൊത്തിപ്പെറുക്കും. ഖുർആൻ പറഞ്ഞു, ഇതൊരു കഥയല്ല. ഖുർആൻ പറഞ്ഞു, അവർ രണ്ടാളും അന്വേഷിച്ച ആ കാര്യം പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടു. അത് അതേപോലെ തന്നെ നടന്നു. ഒരാളെ മുക്തനാക്കി, അയാൾ കൊട്ടാരത്തിലെത്തി, വീണ്ടും പണിയിൽ പ്രവേശിച്ചു. മറ്റേ ആളെ കൊന്നു, അയാളുടെ തല പക്ഷികൾ കൊത്തിപ്പെറുക്കി കൊണ്ടുപോയി. ഇങ്ങനെ ഇരിക്കെ രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. ആ പോകുന്ന പോക്കില രക്ഷപ്പെട്ടവനോട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഇത്രയും നാലം ചങ്ങാത്തുണ്ടായിരുന്ന ആളല്ലേ, അതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ യൂസുഫ് എന്ന് പറയുന്ന ഒരാൾ കിടപ്പുണ്ട് എന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. പക്ഷെ അയാളത് മറന്നുപോയി. ഓരോ കാരണങ്ങൾ അല്ലാഹു ഉണ്ടാക്കുന്നതാണ് ഓരോന്നിനും, ഏതിനും അങ്ങനെ തന്നെയാണ്. അയാളത് മറന്നുപോയി. കുറച്ചു നാളുകൾക്ക് ശേഷം രാജാവ് ഒരു സ്വപ്നം കാണുകയാണ്. വളരെ അത്ഭുതകരമായ സ്വപ്നമാണ് രാജാവ് കാണുന്നത്. അത് 7 തടിച്ചു കൊഴുത്ത പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നു ഒന്നതാണ്. 7 പച്ച കതിർക്കുലകൾ, 7 ഉണങ്ങിയ കതിർക്കുലകൾ. ഇതാണ് സ്വപ്നം കണ്ടത്. രാജാവിന്റെ സദസ്സിൽ എല്ലാവരും ഉണ്ടാവുമല്ലോ. സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നവരുണ്ടാവും, മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇതെല്ലാവരും ഉണ്ടാവും. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാനിതാ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു, എനിക്ക് അതിന്റെ വ്യാഖ്യാനം അറിയണം. അവരെല്ലാവരും കൂടി ആ സദസ്സിലുള്ള സ്വപ്ന വ്യാഖ്യാനം അറിയുന്നവരെല്ലാവരും കൂടി ഒറ്റ വാക്ക് പറഞ്ഞു, ഇത് പേക്കിനാവാണെന്ന് പറഞ്ഞവര് തള്ളിക്കളഞ്ഞു. അവർക്ക് അതിനറിഞ്ഞൂടാ പറയാൻ. ഈ സന്ദർഭം ആ മനുഷ്യൻ ഓർമ്മ വന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് പുറത്തു പോകാൻ അനുവദിച്ചാൽ ഞാൻ ഇതിന്റെ വിവരം കൊണ്ടുവരാം. അനുവാദം കിട്ടി. പുറത്തുപോയി, ഓടി ജയിലിലെത്തിയിട്ട് അദ്ദേഹത്തിന്റെ സംബോധന ഖുർആൻ പറയുന്നു, യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ. ഒരു സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തരണം.
എന്താണെന്ന് ചോദിച്ചു. ഇത് തന്നെ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു. രാജാവ് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിൽ പകയുടെ എന്തെങ്കിലും ഒരംശം, വിദ്വേഷത്തിന്റെ എന്തെങ്കിലും ഒരംശം, ആ രാജാവ് കാണിച്ച ചെയ്യാത്ത കുറ്റത്തിന് പിടിച്ചിട്ട് ജയിലടച്ചതിന്റെ പേരിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു പക, അതുമല്ല തൻ്റെ ഒപ്പം കടന്നവനോട്, ജീവിച്ചിരുന്നവനോട് പുറത്ത് എന്നിട്ട് എന്റെ കാര്യം കൂടി പറയണം എന്ന് പറഞ്ഞിട്ട് പറയാതിരുന്ന് ഇപ്പൊ ഓടി വന്നിരിക്കുന്നു. എന്തെങ്കിലും ആയിക്കോ എന്ന് പറയാമായിരുന്നു യൂസുഫ് നബിക്ക്, ചെയ്തില്ല. അതാണ് മുസ്ലിം ആരാണെന്ന് പറഞ്ഞു തരുന്നതിനർത്ഥം. അത് തീഷ്ണമായ തിക്താനുഭവങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, തൻ്റെ അറിവും കഴിവും നാടിന്റെ നന്മയ്ക്കായി നൽകണം. അതാണ് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ ദിനമാണ്. എത്രയോ മുസ്ലിമീങ്ങൾ അവരുടെ അറിവ്, അവരുടെ കഴിവ്, അവരുടെ ജീവൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. അതിപ്പോ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി പിന്നാലെ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ രാജാവിന്റെ സ്വപ്നം ചെന്ന് പറഞ്ഞ ഉടനെ അതൊന്നും ചിന്തിക്കാതെ വേഗം അദ്ദേഹം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. 7 കൊല്ലം തുടർച്ചയായി നിങ്ങൾ നന്നായി കൃഷി ചെയ്യും. ആ കൃഷി ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഭക്ഷിച്ചതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾ അവിടെ സൂക്ഷിച്ചു വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം 7 വർഷം കൊടിയ ക്ഷാമം വരും, പട്ടിണി വരും, ദാരിദ്ര്യം വരും. അക്കാലത്ത് ആ സൂക്ഷിച്ചു വെച്ച എന്തോ അത് ഉപയോഗിക്കും. അത് കഴിഞ്ഞതിന് ശേഷം 1 വർഷം സമൃദ്ധിയുടേതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് യൂസുഫ് നബി പറഞ്ഞു കൊടുത്തതിന്റെ പൊരുള്. ആയത്തൊന്നും ഓതി പറയാൻ ഞാൻ ഉദ്ദേശിച്ചു. സൂറത്ത് യൂസുഫ് നോക്കിക്കോ, കാണാം. യൂസുഫ് നബിയുടെ കിസ്സ ഒരുപാട് കേൾക്കുന്നവരും പറയുന്നവരും അല്ലേ നമ്മളൊക്കെ. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ വിശദീകരണം കൊടുത്തു കഴിഞ്ഞോടെ ഇയാളെ ഓടി രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ആരാണത്, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. യൂസുഫ് നബിയുടെ അടുക്കലേക്ക് ദൂതന്മാര് പോയി. എന്നാ എന്നെ രാജാവ് വിളിച്ചിരിക്കുന്നു, അങ്ങോട്ട് ഓടിപ്പോകാന്ന് വിചാരിച്ചു പോയാൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇവിടെ കടത്തിയത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാതെ ഞാൻ വരില്ല. യൂസുഫ് നബിയുടെ ഉറച്ച വാക്കുകൾ. അവസാനം രാജാവിന് അത് ചെയ്യേണ്ടി വന്നു. മുമ്പ് യൂസുഫ് നബി മുഖാന്തരം കൈമുറിക്കേണ്ടി വന്ന സ്ത്രീകളെയൊക്കെ വിളിച്ചു കൂട്ടി, രാജ്ഞിയെ ഉൾപ്പെടെ. എന്താണ് യൂസുഫിനെ കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹം നിരപരാധിയാണ്, ഞങ്ങളാണ് അദ്ദേഹത്തെ പിഴപ്പിക്കാൻ നോക്കിയത് എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷ്യവകുപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. വലിയ കഥകളാണ് അതൊക്കെ, അതിലേക്കൊന്നും കടക്കാൻ നേരമില്ല. അങ്ങനെ ഭക്ഷ്യവകുപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളരെ കൃത്യമായത് കൈകാര്യം ചെയ്ത് അദ്ദേഹം പോയി. ഈജിപ്തിൽ യഥേഷ്ടം ഭക്ഷണം, അവിടെ പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല, ക്ഷാമമില്ല, ഒന്നുമില്ല. അയൽവക്കത്ത് കംപ്ലീറ്റ് മുഴുവൻ പരിസരത്തുള്ള രാജ്യങ്ങൾ മുഴുവൻ പട്ടിണി, ക്ഷാമം, ഭക്ഷണക്ഷാമം, പട്ടിണിയുടെ അങ്ങേയറ്റം, ഭക്ഷ്യക്ഷാമം. അത് യൂസുഫ് നബിയുടെ നാടായ ജനിച്ചു വളർന്ന കൻആൻ എന്ന് പറയുന്ന പ്രദേശത്തും അതുണ്ടായി. അങ്ങനെ അവിടെ പരിസരങ്ങളിലൊക്കെ പ്രശസ്തമായി. ഈജിപ്തിൽ ഒരു പ്രശ്നവുമില്ല, ആര് ചെന്നാലും അതിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ, അതിന് വേണ്ട തുക കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷ്യ സാധനങ്ങൾ കിട്ടും എന്നറിഞ്ഞിട്ട് സഹോദരന്മാരെല്ലാരും കൂടി പോകുന്ന ചരിത്രം. അവസാനം ആരാണ് ഈ വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു യൂസുഫ് നബിക്ക്. യൂസുഫ് നബിക്ക് അവരെ പട്ടിണിക്കിട്ട് കൊല്ലാമായിരുന്നു. ചെയ്തോ? ഇല്ല, ചെയ്തില്ല എന്ന് മാത്രമല്ല, ഭക്ഷണം വാങ്ങാൻ കൊണ്ടുവന്ന പൈസ അവര് കൊണ്ടുവന്ന അതേ സഞ്ചിയിൽ ഇട്ട് തിരിച്ചു കൊടുത്തു വിട്ടു, അവരറിയാതെ. ഇതൊക്കെ ചരിത്രം സൂറത്ത് യൂസുഫിലുള്ളതാണ്. ഒരു പകയും അദ്ദേഹത്തിനുണ്ടായില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ പക കാണിക്കേണ്ടവരായിരുന്നു അവർ, ആ വന്നു നിൽക്കുന്നവരെല്ലാവരും. വാപ്പാടുക്കിന്ന് തന്ത്രപരമായി പിടിച്ചുകൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് ചെന്നായ നിന്നു എന്ന് ബോധ്യപ്പെടുത്തിയ സഹോദരന്മാരാണ് ആ നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇവരാണ് എന്റെ വാപ്പയുടെ വാത്സല്യം എനിക്ക് തടഞ്ഞത് എന്ന് യൂസുഫ് നബിക്കറിയാം. പക്ഷേ പക, വിദ്വേഷം, വെറുപ്പ് അങ്ങനെ ഒന്നും യൂസുഫ് നബിയുടെ മനസ്സിലില്ല. അവസാനം വാപ്പയും ഉമ്മയും എല്ലാവരും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന ഇടയിലുള്ള ഒന്നും ഞാൻ പറയുന്നില്ല. ആ സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനു മുമ്പ്
സഹോദരന്മാർ സംസാരമധ്യ യൂസുഫ് നബിയെ തിരിച്ചറിഞ്ഞപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ യൂസുഫാണോ? അതെ, ഞാൻ യൂസുഫാണ്, ഇതെന്റെ സഹോദരനായ ബിന്യാമീനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിത്തെറിച്ചു. മാപ്പാക്കണം, പറ്റിപ്പോയി, സംഭവിച്ചു പോയി പലതും. ആ സന്ദർഭത്തിൽ യൂസുഫ് നബി പറഞ്ഞ ഒരു വാചകമുണ്ട്, പ്രിയമുള്ളവരെ, ഇതിന്റെ കൂടെ ചേർത്ത് പഠിക്കുക. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ആര് സൂക്ഷ്മത പുലർത്തുന്നുവോ, ആര് ക്ഷമ കൈക്കൊള്ളുന്നുവോ, അവർ ആ നന്മ ചെയ്യുന്ന ആൾക്കാരുടെ പ്രതിഫലത്തെ അള്ളാഹു പാഴാക്കി കളയുകയില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ എന്ന് സഹോദരങ്ങളെ ബോധ്യപ്പെടുത്തിയ ചരിത്രം. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവികന്മാരായ ആളുകൾ, മുസ്ലിമീങ്ങൾ വിശിഷ്യ എല്ലാവരുമുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ തയ്യാറില്ല. പക്ഷേ ഒറ്റുകൊടുക്കാതെ, ആരുടെയും മുമ്പിൽ മാപ്പെഴുതി കൊടുക്കാതെ, ആരുടെയും മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാതെ, സ്വാതന്ത്ര്യം എന്ന ഒരേ ഒരു ചിന്ത ജീവൻ കൊടുത്ത് നേടിയെടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നവരാണ് മുസ്ലിമീങ്ങൾ. അവരുടെ ചരിത്രമാണ് ഇന്ന് തമസ്കരിക്കപ്പെടുന്നത്, അവരെയാണ് ഇന്ന് വെട്ടിമാറ്റപ്പെടുന്നത്. ആര്? ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പൊ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി. ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോ 1947 ആഗസ്റ്റ് ഇങ്ങോട്ട് പൊട്ടി വീണതല്ല സ്വാതന്ത്ര്യം. ഏതാണ്ട് 90 വർഷത്തോളം നീണ്ടു നിന്ന, 100 വർഷം അടുക്കെ നീണ്ടു നിന്ന ശ്രമകരമായ, ത്യാഗോജ്ജലമായ സമരങ്ങളുടെ പരിണിത ഫലമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അന്ന് ഇന്ത്യയിലുടനീളം, കേരളത്തിലുമൊക്കെ തന്നെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരുന്നവരിൽ മതപണ്ഡിതന്മാരുണ്ട്. ആ മതപണ്ഡിതന്മാർ അവരുടെ പത്രങ്ങൾ, അവരുടെ സമ്പത്ത്, അവരുടെ സമയം, ഇതൊക്കെ അതിനുവേണ്ടി വിനിയോഗിച്ചു. അവരൊക്കെ നവോത്ഥാനത്തിനും മുസ്ലിം സമൂഹത്തിന്റെ സമുദ്ധാരണത്തിനും നവോത്ഥാനത്തിനും മുന്നിൽ നിന്ന പണ്ഡിതന്മാരായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങ് ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവിടുന്ന് കാണുന്ന വ്യക്തിത്വം മുതൽ ഇങ്ങ് കേരളത്തിലെത്തിയാൽ നാം പറയാറുള്ള ഒരുപാട് പേരുകളുണ്ട്. അതുവരെ നമ്മൾ എടുത്തു നോക്കിയാൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചങ്ങലയാണ്. ജാലിയൻ വാലാബാഗും വാഗൻ ട്രാജഡിയും അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ അരങ്ങേറിയതിന് ശേഷമാണ് ഇത് കിട്ടിയത്. ആ സ്വാതന്ത്ര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ അനുഗ്രഹമാണ്. അതിനെക്കുറിച്ച് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്ന ഒരു വാചകവും കൂടി നാം ശ്രദ്ധിക്കണം. സൂറത്തു തക്കാസുറിലെ അൽഹാക്കുമുത് തക്കാസുർ എന്ന് തുടങ്ങുന്ന അധ്യായം, അതിലെ ഏറ്റവും അവസാനത്തെ ഒരായത്തുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഒന്നിൽ നിന്നും അല്ലാഹു ഒഴിവാക്കി നിർത്തൂല. ശ്വസിച്ച വായു, കുടിച്ച വെള്ളം, ഭക്ഷിച്ച ആഹാരം, ഉടുത്ത വസ്ത്രം, താമസിച്ച ഭവനം, സഞ്ചരിച്ച വാഹനം എന്ന് വേണ്ട ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലൂടെ പോയിട്ടുണ്ടോ അവിടെ ഒക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹം എന്താണോ ആ അനുഗ്രഹത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് ഒരു മനുഷ്യന് വേണ്ടത് സ്വസ്ഥതയാണ്, മറ്റൊന്ന് വേണ്ടത് സമാധാനമാണ്, വേറൊന്ന് വേണ്ടത് അവന് ആഹാരം കിട്ടുക എന്നുള്ളതാ, അവന് ആരോഗ്യമുണ്ടാവുക എന്നുള്ളതാ. ഇത് മൂന്നും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശകലനം ചെയ്തിട്ടുള്ളത്. തിന്ന ഭക്ഷണം, ലഭ്യമായ നിർഭയത്വം, സമാധാനം, ശാന്തി, അതുപോലെ തന്നെ ആരോഗ്യം, ഇതിനൊക്കെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ എത്ര നേരം നിൽക്കേണ്ടി വരും റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ ചോദ്യം തുടങ്ങിയാൽ അവിടെയാണ് നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി നമ്മൾ കാണരുത്, വലിയ കാര്യമാണ്. അത് തന്നെയാണ് നിർഭയത്വം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലല്ലേ നിർഭയത്വം ഉണ്ടാവുള്ളൂ. ഒരാളുടെ അടിമത്വത്തിൽ കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? അവന് തിരിയാൻ കഴിയില്ല, പിരിയാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇടത്തോട്ട് പോകാൻ ഒന്നും കഴിയില്ല.
അവൻ എന്ത് പറയുന്നു അതുപോലെ ജീവിക്കണം. ആ അടിമത്വം ഇവിടെ ഉണ്ടായിരുന്നില്ല 47 മുമ്പ്. ആ അടിമത്വത്തിൽ നിന്നല്ലേ ഈ ത്യാഗം അനുഭവിച്ച അടിമത്വം ഒഴിവാക്കി ഒരു സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് പലരും. ഇതൊക്കെയാണല്ലോ നാം മനസ്സിലാക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഞാൻ നേരത്തെ ഈ വചനത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ പറഞ്ഞതുപോലെ എത്രയോ ചിന്താശകലങ്ങളും എത്രയോ വാചകങ്ങളുമാണ് നമുക്ക് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലൊക്കെ പച്ചപിടിച്ച് നിൽക്കുന്ന എത്രയോ കവിതകളാണുള്ളത്. മനുഷ്യന് കിട്ടേണ്ടത് ഏറ്റവും വലിയ കൂടുതൽ കിട്ടേണ്ടത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിനെതിരിൽ വരുന്നതാണ് പാരതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃത്യേക്കാൾ ഭയാനകം. മരണത്തെക്കാൾ ഭയാനകമാണ് സ്വാതന്ത്ര്യമില്ലായ്മ എന്നാ പറഞ്ഞത്. ഇങ്ങനെയുള്ള എത്രയോ എണ്ണമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇസ്ലാം അതിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് എന്താ പറഞ്ഞത്? സർവ്വ ചങ്ങലകളെയും പൊട്ടിച്ചെറിയുകയായിരുന്നു പ്രവാചകൻ വന്നുകൊണ്ട് ചെയ്തത്. അടിമത്വത്തിന്റെ ചങ്ങലകൾ, മറ്റുള്ളവരുടെ ആധിപത്യത്തിന്റെ ചങ്ങലകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിച്ചെറിഞ്ഞു. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ വന്നതിന്റെ ആ ആവശ്യകതയും ആ സവിശേഷതയും വർണ്ണിക്കുന്ന വചനങ്ങൾ വലിയൊരു വചനമാണ്. അതിൽ ചെറിയ ഭാഗം ഈ വാക്കുകൾ മാത്രം. എന്തിനാ വന്നത്? നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ, എല്ലാ നല്ലതും അനുവദനീയമാക്കാൻ, എല്ലാ നിഷിദ്ധമായതും വിരോധിക്കാൻ. വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. അവർ പേറിയിരുന്ന ഭാരം ഇറക്കി വെക്കാൻ, അവർക്കിടപ്പെട്ടിരുന്ന ചങ്ങലകളിൽ നിന്ന് അവരെ മുക്തമാക്കാൻ. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതബോധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് മറ്റാരെയും നോക്കി നിൽക്കാതെ, അല്ലെങ്കിൽ ആരുണ്ട് പിന്നിൽ മുന്നിൽ എന്ന് നോക്കാതെ ഇറങ്ങി തിരിച്ചുകൊണ്ട് നമ്മുടെ നവോത്ഥാന നായകന്മാരായ മുസ്ലിം നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി പലതും അവർ വിനിയോഗിച്ചത് മതബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെയാണ് അവരുടെ ജീവിതവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നാം തിരിച്ചറിയുക. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കും പ്രതിസന്ധികളുടെ മുന്നിൽ തളരാതെ മുന്നോട്ട് പോകണം. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യണം. അതിനെന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്ന് സൂറത്തു നൂറിലെ ആ വചനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടാവുക, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും സ്വാതന്ത്ര്യവും സമാധാനവും എന്നും നിലനിർത്തിക്കൊണ്ട് അവന്റെ പ്രബോധന മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. സഹോദരങ്ങളെ, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം മഹത്തായ ഒരു ഭരണഘടന നമുക്ക് കിട്ടി. ആ ഭരണഘടനയിൽ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അക്കമിട്ട് പറയുന്നുണ്ട്. ആ അക്കമിട്ട് പറയുന്ന അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വിള്ളൽ വീഴുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴും എല്ലാവരെയും ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്ന് പറയുന്ന ആ 3 തത്വങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന തത്വം, ആ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് ഇപ്പോൾ നാനാത്വത്തിന്റെ നിരാകരണത്തോടു കൂടിയുള്ള ഏകത്വമാണോ വന്നു ചേരുന്നത് എന്നുള്ള ചിന്ത ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയും പരസ്പരം സന്തോഷം പങ്കിടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മുൻകാല ചരിത്രം പറഞ്ഞാൽ മാത്രം പോരാ. ഇപ്പോൾ വർത്തമാനകാലത്ത് നമ്മുടെ മുമ്പിലുള്ള സമസ്യകൾ എന്തൊക്കെയാണ് എന്ന് നിർദ്ധാരണം ചെയ്ത് പരിഹാരം കാണാനുള്ള മാർഗത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. ഭാവി ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ബോധം വേണം. അവിടെ ഒക്കെ ഒരുപാട്
കാർമേഘങ്ങൾ ഇങ്ങനെ വീഴുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ, എല്ലാവർക്കും അറിയാം, വിശദീകരിക്കുന്നില്ല. നമ്മളുടെ വോട്ട് എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ളതാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതാണ് വോട്ട് എന്ന് പറയുന്നത്. ആ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായ വോട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതുപോലും വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ സന്ദർഭത്തിലാണ് ഈ സ്വാതന്ത്ര്യ ദിനം വന്നിരിക്കുന്നത് എന്നുള്ളത് ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. കേവലം പതാക ഉയർത്തിയത് കൊണ്ടോ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നത് കൊണ്ടോ സ്വാതന്ത്ര്യമാവില്ല. മറിച്ച് ആ പതാക പ്രതിനിധാനം ചെയ്യുന്ന സന്ദേശമുണ്ട്. ആ സന്ദേശം ഉൾക്കൊള്ളാനാവുമ്പോഴാണ് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ആളുകളാണ്, എല്ലാവർക്കും തുല്യതയുള്ളതാണ്, വിവേചനമില്ലാത്തതാണ് എന്ന് തെളിയിക്കുമ്പോഴാണ്. അല്ലാതെ ബുൾഡോസറും കൊണ്ട് പോകുന്ന പോക്ക്, ആസാമിലേക്കും ബീഹാറിലേക്കും ഒക്കെ പോകുന്ന പോക്ക് വേദന ഉളവാക്കുന്നതാണ്. എന്തെല്ലാം വെല്ലുവിളികൾ! ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ അറിവും നമ്മളുടെ കഴിവും നമ്മളുടെ സ്വാധീനവും നമുക്ക് എന്താ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ട് തിരിച്ചു പിടിക്കേണ്ടതിനെ തിരിച്ചു പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു വലിയ പ്രതിജ്ഞ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നമ്മൾക്ക് ആരുടെ മുന്നിലും പോയി നിൽക്കണ്ട, നമ്മുടെ ദേശസ്നേഹത്തെ ആരും ചോദ്യം ചെയ്യണ്ട, ദേശസ്നേഹം പഠിപ്പിക്കണ്ട, ഒരാളും പഠിപ്പിക്കണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദേശസ്നേഹം നമുക്കൊക്കെ ഉണ്ട്. ആ ദേശസ്നേഹമാണ് ജീവൻ കൊടുക്കാൻ മുന്നോട്ട് വരാൻ പ്രേരിപ്പിച്ചത്. ആ ദേശസ്നേഹമാണ് ധനം കൊടുക്കാൻ മുന്നോട്ട് രക്തം ചിന്താൻ മുന്നോട്ട് വരാൻ വഴിയൊരുക്കിയത് എന്നുള്ളത് നാം തിരിച്ചറിയുക. മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജന്മനാടിനോടുണ്ടായിരുന്ന കൂറും ഇഷ്ടവും സ്നേഹവും പലവരും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സാന്ദർഭികമായി ഒന്ന് പറഞ്ഞോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ കരള് അങ്ങേയറ്റം വേദനിച്ചുകൊണ്ടാണ് ആ പോക്ക്. കാരണം ജനിച്ചു വളർന്ന നാട്, ഓടിക്കളിച്ച മണ്ണ്, ഇതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് പോവുകയാണ്. പോകുന്ന പോക്കിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് മക്കയുടെ ബോർഡർ എത്തിക്കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് റസൂല് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ വാചകം? മാ അത്യബകി മിൻ മലദിൻ വഅഹബ്ബകി ഇലയ്യ. നീ എനിക്ക് എത്ര ഇഷ്ടമുള്ള നാടാണ്, നീ എനിക്ക് എത്ര നല്ല നാടാണ് നീ. വലൗലാ അന്ന ഖൗമി യഖ്റുജൂകി മിൻകി മാ സകൻതു ഗൈറകി. നിന്റെ ജനം എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുമായിരുന്നില്ല. അതാണ് റസൂല് പഠിപ്പിച്ച രാജ്യസ്നേഹം. ആ രാജ്യസ്നേഹം തുളുമ്പുന്നവരാണ് മുസൽമാൻ. അവന്റെ രാജ്യസ്നേഹം ആരും ചോദിക്കാൻ നിൽക്കണ്ട. ആ ചോദിക്കുന്നവരുടെ രാജ്യസ്നേഹം മാത്രം നമുക്കറിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ അതിനെ കുറിച്ച് പറയാൻ. ഇനി റസൂല് മദീനയിലെത്തിയതിനു ശേഷം റസൂലിന്റെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ ഇലൈനാ മക്ക. അല്ലാഹുവേ, മക്കയെ ഞങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടതായി നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു, അതിനേക്കാൾ അപ്പുറമോ അതേ നിലയിലോ മദീന ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാക്കണേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അതും ചെന്ന് താമസിക്കുന്ന നാടാണ്. ഇതാണ് പഠിപ്പിച്ച പാരമ്പര്യം. ഈ പാരമ്പര്യമാണ് നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ച മുസ്ലിം നേതാക്കന്മാരെ പുറത്തേക്ക് വിട്ടത്. അവരുടെ നാവ്, അവരുടെ തൂലിക, അവരുടെ എഴുത്ത്, അവരുടെ പത്രങ്ങൾ എല്ലാം ഇതിനു വേണ്ടി പോയത്. അങ്ങനെ നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് ഇങ്ങനെ ഭംഗിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ, ഏത് രംഗത്തും വിവേചനമില്ലാതെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ബാധ്യതപ്പെട്ട അർഹരായ ആളുകൾ തന്നെ അതിൽ കാർമേഘത്തിന്റെ പടലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെത്തണം. രാജ്യ 79ാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിന് നമുക്കെന്താന്നുള്ള ചിന്തയല്ല, നമ്മുടെയും കൂടിയാണ് ഈ ജന്മനാട്. ആർക്കും കുത്തകയായി കൊടുത്തിട്ടില്ല. അതാണ് തിരിച്ചറിയേണ്ടത്. അതിന്റെ ഏത് നന്മയ്ക്കും നമ്മൾ ഉണ്ടാകണം. അതിന് നേരിടേണ്ടി വരുന്ന ഏത് പ്രയാസത്തിനും നമ്മളുടെ വേദന ഉണ്ടാകണം. അതാണ് പൂർവികന്മാർ പഠിപ്പിച്ചു തന്നത്. അതിലൂടെ നീങ്ങാൻ, സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ
അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല. ആ സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം നമുക്കുണ്ട്. അങ്ങ് ഗസയിലേക്ക് പോയി നോക്ക്, എന്ത് സ്വാതന്ത്ര്യ ഭാവങ്ങൾക്കുള്ളത്. വല്ല സ്വാതന്ത്ര്യം ഒറ്റകൾക്കുണ്ടോ? വെള്ളം കുടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അവിടെയാണ് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കേണ്ടത്. ഒപ്പം അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നമ്മുടെ കലൂരിൽ താമസിക്കുന്ന യഹിയ എന്ന് പറയുന്ന സഹോദരൻ, ചെറുപ്പത്തിൽ ഈ പള്ളിയും പരിസരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളാണ്. നമ്മുടെ പരേതനായ മർഹൂം നോബിനോ ബാവുക്ക എന്നറിയപ്പെടുന്ന, എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം രോഗഗ്രസ്തനാകുന്നതിന് മുമ്പ് വെള്ളിയാഴ്ചകൾ ഇവിടെ വരാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കാണാമായിരുന്നു. രോഗഗ്രസ്തനായതിനു ശേഷം തീരെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് ഇന്നലെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ ഒരു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ട്രസ്റ്റും ഒക്കെയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരിൽ ഒരു സഹോദരി കുറച്ചു നാളായി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ രോഗം പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. വേദനകൾ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ ആഖിബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم.